അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ സൊമാറ്റോ ഫുഡ് ഡെലിവറി എല്ലാം ചെയ്യുന്നത് ഷാഡോഫെക്സ് ആണ്. അപ്പോൾ ഷാഡോഫെക്സിൽ ഫസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് വ്ളോഗ് എൻ്റെ വ്ളോഗാണ്. നമ്മളാണ് വ്ളോഗ് ചെയ്യണത്. മോട്ടോ വ്ളോഗ് ഫസ്റ്റ് വ്ളോഗ് നമ്മൾ ചെയ്യണം. വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ആ ക്രെഡിറ്റ് നമ്മളെടുത്തൊക്കെയാണ്. അല്ല, അപ്പോൾ ഇന്ന് നമ്മൾ ഷാഡോഫെക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഷാഡോഫെക്സിലും ജിക്സ് ബുക്ക് ചെയ്ത് തന്നെയാണ് പോകുന്നത് കേട്ടോ. നമ്മളെ സൊമാറ്റോയിലെ പോലെ തന്നെ ജിക്സ് ബുക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഓൺലൈൻ നമ്മളായിട്ടുണ്ട്. ഓൺലൈനെ കുറച്ച് മുമ്പേ നേരത്തെ ആയി. കാര്യം സമയം ഒരു 5 മിനിറ്റ് താമസിച്ചു. അതുകൊണ്ട് നേരത്തെ തന്നെ ഓൺലൈൻ ആയിട്ടുണ്ട്. തുഴഞ്ഞു പോവാം. നമുക്ക് തുഴഞ്ഞു പോവാം. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. വലിയ കടയിലാണ്, വേറൊരു കട. സ്വിഗ്ഗിയിലെ ഓർഡറാണ് അടിച്ചിരിക്കുന്നത്. ഇവിടുന്ന് വലിയ കടയിൽ വരെ ഒരു 500 മീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓർ റെഡി ആയി കേട്ടോ. 4 മിനിറ്റ് ഉണ്ട്, വെയിറ്റ് ചെയ്യാം. നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ. ഗൈസ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഷാഡോഫെക്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓർഡർ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഓക്കെ, നമുക്ക് കൊടുക്കാനുള്ളത് മണ്ണാന്തലയാണ്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ജംഗ്ഷനിൽ കൂടെ പോകാത്ത ബ്ലോക്ക് ആയതുകൊണ്ടാണ് അതിൽ പോകാത്ത. ഗൈസ്, ഇത് ആകുമ്പോൾ നമുക്ക് കുറേ എളുപ്പമുണ്ട്. ഇതിലെ കൂടെ കയറി പോയാൽ മതി. ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് 900 മീറ്ററും കൂടെ ഉള്ളൂ. റോഡങ്ങ് പൊളിച്ചിട്ടേക്കും കേട്ടോ. കസ്റ്റമറെ വിളിച്ചു നോക്കാം കേട്ടോ. ബ്രൗൺ ഗേറ്റ് അല്ലേ? ശരി, ഓക്കെ. നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയത് 25 രൂപയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് ഓർഡർ അടിച്ച് ചിക്കായിരുന്നു. പിന്നെ അലങ്കാറിൽ പ്യുവർ വെജ് നമുക്ക് 3.6 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അലങ്കാർ വരെ. മൂല പേറുക്കട. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഫുഡ് റെഡിയാണ്. ഒരു വിഷയമാണല്ലേ.
ഓക്കെ, നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുക്കാനുള്ളത് എവിടെയെന്ന് വെച്ചാൽ നോക്കട്ടെ, നന്ദൻകോടാണ് കൊടുക്കാനുള്ളത്. വൺ 1.2 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ദോശ, ഒരു ഉഴുന്ന് വട, പിന്നെ ചട്നി, ചമ്മന്തി, പിന്നെ ചായ. രാവിലെ ഇങ്ങനെ ചറപറ നല്ല അടിപൊളിയായിട്ട് ഓർഡർ കിട്ടിയ നല്ല എനർജിയാണല്ലേ. അവിടെ ഇരുന്ന് പോയാൽ നമ്മൾ ഇരുന്ന് പോകും, അടുപ്പ് വരും. കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിട്ട് നിൽക്കുകയാണ്. ഷൂട്ടിങ് കടയിലൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ചേട്ടാ D25 നേരെ പോകണം അല്ലേ? താഴെ പോടാ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു വടയും ഇഡലി കോംബോയാണ്. പിന്നെ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 32 രൂപയാണ് കേട്ടോ. ഗൈസ്, നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. തംസം ദോശാട്ടാണ്, അത് സ്വിഗ്ഗിയിലെ ഓർഡറാണ് കേട്ടോ. നമുക്കിവിടുന്ന് 1/2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഐറ്റം എന്ന് പറയുന്നത് ഗീ റോസ്റ്റ്, പിന്നെ 3 പീസ് ഇഡലി, ഉഴുന്നോടെയാണ് നമ്മൾ ഐറ്റം. വേട്ടമുക്ക് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ അതിലാണ് നമ്മൾ പോകണം. ഗൈസ്, നമുക്ക് ഇവിടുന്ന് 5.7 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ എത്തി ചർച്ചിൻ്റെ അവിടെ നിന്നാണ് പറഞ്ഞത്. ഇവിടെ ആയിരിക്കും, നോക്കട്ടെ, വിളിച്ചു പോകാം. ഗൈസ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് കിട്ടിയത് നോക്കട്ടെ, പെട്ടെന്ന് മാറിപ്പോയി. ഇതിൽ അങ്ങനെ കിട്ടിയത് ഗൈസ്, ഇത് ടോട്ടൽ കിട്ടിയത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. നോക്കട്ടെ, ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാമേ ഇതിൻ്റെ എത്രയാണെന്ന്. അത് നോക്കിയിട്ട് കാണില്ല ഗൈസ്. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ക്യാമറ ഓഫായി കേട്ടോ, ചാർജ് ചെയ്തു. ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഫുഡ് റെഡിയായെന്ന് അറിഞ്ഞൂടാ. ഫുഡ് റെഡിയായി. ഗൈസ്, ഫുഡ് റെഡി ആയിട്ടില്ല. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ദോശ അല്ലെങ്കിൽ ചമ്മന്തിയാണ്. ദോശ എല്ലാം ഫിനിഷ് ചെയ്ത് ഇത്രയും കൂടെ ഉള്ളൂ. ഫുഡ് റെഡിയായി കാശ്. ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഇപ്പം ഫിനിഷ് ചെയ്ത് ചിലപ്പോൾ വെള്ളം കൂടെ കുടിക്കാം. ഗൈസ്, നമ്മളെ ഐറ്റം എന്ന് പറയുന്നത് 3 തട്ട് ദോശ, 1 ഇടിയപ്പം, 1 കടലക്കറി, ചിക്കൻ കറി, ചായ. ഓക്കെ, നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് മരപ്പാലമാണ്. SFS പട്ടം. SFSൻ്റെ ഫ്ലാറ്റിലാണ് കൊടുക്കാനുള്ളത്. പിന്നെ ഇതിലും സ്ലോട്ട് ബുക്ക് ചെയ്തേണ്ട ഓർഡറുള്ളത്. ഓക്കെ, SFSൻ്റെ ഈ ഫ്ലാറ്റിലാണ് കൊടുക്കാനുള്ളത്. നമുക്കിവിടെ വണ്ടി ഒതുക്കും. ഇവിടെ ഒതുക്കിയാൽ സേഫാണ്. ഇവിടെ ഒതുക്കിയിട്ട് കയറി പോകും. നമ്മൾ സൊമാറ്റോ പോലെ എഴുതി കാണിക്കില്ല. പിന്നീട് ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് പറയാം കഴിച്ചു എത്ര രൂപയെന്ന്. സ്ക്രീൻഷോട്ട് കൊടുത്തായി. സൊമാറ്റോ പോലെ ഇതിൽ അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. കഴിച്ച് അപ്പം രണ്ടാമത്തെ ഓർഡർ എടുക്കാനുള്ളത് ഹോട്ടൽ അരുണയാണ്, പാളയം. നമുക്ക് ഇവിടെ നിന്ന് 2.3 കിലോമീറ്റർ ഉണ്ട്. 2.3 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്.
ഓക്കെ ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഗീ മസാല ദോശയാണ്. കൊടുക്കാനുള്ളത് പേട്ടയിലാണ് കൊടുക്കാനുള്ളത് കേട്ടോ. പേട്ട ബ്രിഡ്ജിൻ്റെ അവിടെയാണ് കൊടുക്കാനുള്ളത്. ഇവിടെ നിന്ന് 3.2 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ എടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഗീ മസാല ദോശയാണ്. നമുക്ക് ആ പള്ളിയിലായാലേ കൂടെ ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോവാം. പിന്നെ എവിടെ വയ്ക്കാം? എൻ്റെ മോനെ, ഇത്രയും ബ്ലോഗ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്യൂ ആണ് കേട്ടോ. 950. അങ്ങ് അറ്റം വരെ ബ്ലോക്ക് തന്നെ കേട്ടോ. എൻ്റെ മോനെ, ഞാൻ അവിടെ എത്താനാണ്. അവിടുന്ന് റൈറ്റാണ് കയറി പോകാനുള്ളത്. ഏകദേശം ഒരു നമുക്കൊരു 240 മീറ്ററും കൂടെ ഉള്ളൂ. നമുക്ക് യൂ ടേൺ എടുക്കണം കേട്ടോ. അവിടെ ചെന്ന് യൂ ടേൺ എടുക്കണം. ഈ ഒരു സ്ഥലത്താണ്, അവർ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് പറഞ്ഞത്. നമുക്കൊരു 400 മീറ്ററും കൂടെ ഉണ്ട്.
ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. സഹിക്കാൻ വയ്യാത്ത ബ്ലോക്ക്. പേട്ട ബ്രിഡ്ജ് എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ ലൊക്കേഷൻ എത്തി കേട്ടോ. കസ്റ്റമറെ വിളിച്ചു നോക്കട്ടെ. കോള് പോകുന്നില്ല. നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂർ എത്തിയിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ കൊണ്ട് വണ്ടി ഒതുക്കണം കേട്ടോ. ഇത് കുറച്ച് കറങ്ങാനുണ്ട്. ലൊക്കേഷനിലൊക്കെ എത്തി, പക്ഷെ കുറച്ച് കറങ്ങാനുണ്ട്. അവിടെ നിന്ന് കയറി ഇങ്ങനെ പോകണം. ആദ്യം അങ്ങനെ അല്ലായിരുന്നു, നേരെ തിരിച്ചായിരുന്നു. നമ്മൾ സ്ട്രൈറ്റ് അതിലേ കൂടെ വരാമായിരുന്നു. ഇത്രയും കറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ മാളിലെത്തിയിരിക്കുകയാണ്. അത് യൂട്യൂബ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഞാനായിരിക്കില്ല. ഒരു FC ഉള്ളതാണ്. ആ, അത് തന്നെ ഏട്ടാ. ഞാനാണോന്ന് അറിഞ്ഞൂടാ, കണ്ടല്ലേ അറിയോ. അല്ല, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വേറെ ആരും ചെയ്യണം, നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇപ്പോൾ ചോദിച്ചിട്ടില്ല. അതെ അതെ. ആ, പെയിന്റ് അടിച്ചില്ല, പൂശിട്ടുമില്ല. അത് ശരി. അപ്പോൾ ഞാൻ സുധീഷ് എന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഗോകുൽ ട്രാവൽ ഈറ്റ് വിത്ത് ഗോകുൽ. അതെ തന്നെ. അതെ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ചേട്ടൻ്റെ പേരെന്തോ? ജിത്തു. ഇത് സ്ഥലം ഇവിടെ തന്നെ. കമൻറ്റ് ചെയ്യാം. എനിക്ക് ഫസ്റ്റ് ചെയ്യണ മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ഇത് സുധീഷ് ആണെന്ന് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ടാണ്. അത് ശരി. റെക്കോർഡിങ് അത് തറയുണ്ട്. അത് ബൈക്കിൻ്റെ ഫ്രണ്ടിൽ മറ്റേ ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പോൾ കട്ടർ വീണ സമയത്ത് അതിൽ നിന്ന് ഇളകി. വർക്കിംഗ് ആണ്, സ്ക്രീന് പോയി. അത് ശരി. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. ഓ, അത് ശരി. ആ, ഓ ഗൈസ്, അപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബർ ഉണ്ട്. തോന്നുന്ന സമയമായ ഓർപ്പഴാണ് കിട്ടിയത്. ഇത് ഷാഡോ എഫക്ട്സ് ആണ്. ഐസ്ക്രീം ഭായി, ഷേക്കാ പോട്ടെ. ഓക്കെ.
ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഫാൻസ് ഉണ്ട് ഗായ്സ്. ഗൈസ്, ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് 466 രൂപയാണ്. ഏകദേശം 7 to 1:30 2 മണി വരെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡിലേ ആയിപ്പോയി. കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ പോയി. ഇപ്പോൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ ചെന്നപ്പോൾ കസ്റ്റമറിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ അവിടെ വെയിറ്റ് ചെയ്ത്. അതിന് കസ്റ്റമർ പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പിന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞ് അവർ ക്യാൻസൽ ചെയ്യിച്ചു. അത്രയും സമയം അവിടെ വേസ്റ്റായി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 ഓവറും കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. 500 തികഞ്ഞനെ. ഇന്നലെ നമ്മളൊരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ മാൾ ഓഫ് ട്രാവൻകൂറിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാനാണോ അതേ വേറെ ആരെങ്കിലും ആണോ എന്ന് അറിഞ്ഞുകൂടായിരുന്നു. വേറെ ആൾക്കാർ ഇതിൽ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നമ്മൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. തുടർന്ന് നമ്മളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഗൈസ്, ഇതാണ് നേരത്തെ പറഞ്ഞതിന് ഷാഡോ എഫക്ട്സിൻ്റെ ഏണിസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്നലെ കുറച്ച് വീഡിയോസ് പിന്നെ ക്ലിപ്പ് മിസ്സായിപ്പോയി. നമ്മൾ എടുത്ത ക്ലിപ്പ് മിസ്സായിപ്പോയി മെമ്മറി കാർഡിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ കുറച്ച് ക്ലിപ്പൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല ഗൈസ്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ സ്ക്രീൻഷോട്ട്, പേ ഔട്ടിൻ്റെ സ്ക്രീൻഷോട്ട്, ഒരു ഓവറിന് കൊണ്ടുപോയതിന് എത്ര രൂപ കിട്ടിയെന്നെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.